മാന്നാറിൽ കലയുടെ കൊലപാതകം നടന്നു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് മരണസമയത്ത് കല ധരിച്ചിരുന്നത് എന്ന് കരുതുന്ന തലമുടിയിൽ ധരിക്കുന്ന ക്ലിപ്പടക്കം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നേരത്തെ തലമുടിയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു, എല്ലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ അതേ സെപ്റ്റിക് ടാങ്കിൽ കലയുടെ മൃതദേഹം കൊണ്ടുചെന്നിട്ടു എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാനായിരിക്കുന്നു. ഇനി ശാസ്ത്രീയ പരിശോധന വേണം, എങ്കിൽ മാത്രമേ ഇത് കലയുടെ തന്നെ മൃതദേഹമാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയൂ. ഇപ്പോൾ അവശിഷ്ടങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് താഴേക്ക് മാലിന്യം മാറ്റി വരുമ്പോഴാണ് ഈ അവശിഷ്ടങ്ങൾ ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമൻ മാന്നാറിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും പ്രവീണിലേക്ക്. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ കൂടുതൽ വസ്തുക്കൾ കിട്ടുകയാണ്. അതായത് മൃതദേഹം താഴെയായി പോയിട്ടുണ്ട് സെപ്റ്റിക് ടാങ്കിൽ. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സെപ്റ്റിക് ടാങ്കിന്റെ അടിത്തട്ടിലേക്ക് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഒരു പരിശോധന നടത്തുക എന്ന നീക്കത്തിലേക്ക് സോമൻ കടക്കുകയാണോ? അതെ സുജയ, ഇപ്പോൾ നേരത്തെ പരിശോധിച്ചതുൾപ്പെടെ പുതിയ വസ്തുക്കളാണ് ഇപ്പോൾ ഈ സോമനെ കിട്ടിയിരിക്കുന്നത്. അത് ഓരോന്നായി തന്നെ സോമൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് അത് മാറ്റിവെക്കുന്നുണ്ട്. അത് ചെറിയ ഒരു പാത്രത്തിൽ ഉൾപ്പെടെ അതിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കളും ഒപ്പം തന്നെ നേരത്തെ ഈ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി ശേഖരിച്ച വസ്തുക്കളുമാണ് ഇപ്പോൾ അവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള, അവിടെ മറുവശത്ത് വെച്ചിട്ടുള്ള ഒരു ഇടത്തേക്ക് സോമൻ മാറ്റിയിടുന്നത്. അത് ഈ ഒരു കേസിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന വസ്തുക്കൾ അത് മനുഷ്യ ശരീരാവശിഷ്ടമാണോ എന്നുള്ളത് പോലീസിനത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം അവർ നിരവധി കേസുകൾ അന്വേഷിച്ച് പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് ഏകദേശം അവർ ഉറപ്പിക്കുന്നത് ഇത് മൃതദേഹാവശിഷ്ടം എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ 15 വർഷം എന്ന് പറയുന്നത് എല്ലുകൾ ഒപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ ഒരു പഴക്കമുള്ള കഥ അല്ലെങ്കിൽ സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 15 വർഷം എന്നുള്ളതൊന്നും വലിയ കാലഘട്ടമൊന്നുമല്ല. അതിൽ കൂടുതൽ പഴക്കമുള്ള കേസുകളൊക്കെ ധാരാളം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാം നേരത്തെ പറഞ്ഞ വളയ്ക്ക് തുല്യമായിട്ടുള്ള വസ്തുവാണ് ഇപ്പോൾ സോമൻ ആ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അത് പ്രത്യേകമായിട്ടുള്ള ഒരു ചാക്കിൻ്റെ പുറത്തേക്ക് സോമൻ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ദൃശ്യം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കരിക്കട്ട പോലെയുള്ള വസ്തുവാണ് ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അത് നേരത്തെ നാം പറഞ്ഞതുപോലെ തന്നെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച ബാഹ്യഭാഗത്തുള്ള എന്തെങ്കിലും, അത് വസ്ത്രത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഭരണങ്ങളുടെ അവശിഷ്ടങ്ങളായിരിക്കാം. അങ്ങനെ ഉള്ള അനുമാനങ്ങളിലേക്ക് പോലീസ് പോകുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കുപ്പിയിലേക്കാണ് അത് സോമൻ അത് മാറ്റിയത്. ആ കുപ്പി ഇപ്പോൾ സോമൻ എടുത്ത് പോലീസിൻ്റെ കൈവശത്തേക്ക് അത് കൊടുത്തു. തൻ്റെ കൈവശം കിട്ടിയ എല്ലാ വസ്തുക്കളും അത് ഇപ്പോൾ സോമൻ തന്നെ ആ റിങ് പോലെയുള്ള ഭാഗമാണ് സോമൻ ഇപ്പോൾ അത് പ്ലാസ്റ്റിക് ഭാഗത്തേക്ക് എടുത്ത് മാറ്റിയിരിക്കുന്നത്. അത് കൃത്യമായും അത് പൊതിഞ്ഞ് തന്നെ പ്രത്യേകം പേപ്പർ പോലെ തോന്നിക്കുന്ന വസ്തുവിലേക്ക് അത് പോലീസുകാരുടെ മുന്നിലേക്ക് തന്നെ അത് വെച്ചിരിക്കുന്നു. ഏതായാലും കൃത്യമായും അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ അത് കൃത്യമായും മനുഷ്യ ശരീരാവശിഷ്ടം എന്ന് സംശയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും അത് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ കേസിന്റെ നിർണായകമായ എത്ര ആഴമുള്ള ഒരു ടാങ്കാണത്? ഏറ്റവും ഒടുവിൽ സോമൻ ആ സെപ്റ്റിക് ടാങ്കിലേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം 3 അടിയോളം താഴ്ചയിലേക്ക് സോമനെ ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് 3 അടി താഴ്ചയിലേക്ക് മാത്രമേ സോമൻ എത്താൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റെ അടിയിലേക്ക് ഇനിയും അടികളോളം മാലിന്യം ഉണ്ടായിരിക്കാം. ഈ 3 അടി ഭാഗത്ത് കിടന്ന വസ്തുക്കൾ പരിശോധിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വസ്തുക്കൾ കിട്ടിയത്. ഇനി അതിൻ്റെ അടിത്തട്ടിൽ വീണ്ടും ഒരു തുടർ പരിശോധനയിലേക്ക് സോമൻ പോകുമോ എന്ന് നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും സോമൻ തനിക്ക് കിട്ടിയ എത്രയും നേരം പരിശോധനയിൽ കിട്ടിയ തൻ്റെ ആ ഒരു തെരച്ചിലിൽ കിട്ടിയ കാര്യങ്ങൾ, ആ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്നും മാലിന്യത്തിൽ നിന്നും കിട്ടിയ താൻ അരിച്ചെടുത്ത കാര്യങ്ങൾ കൃത്യമായും പോലീസിനെ അത് എണ്ണി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ആഭരണത്തിൻ്റെ അവശിഷ്ടമാണ് എന്ന് തോന്നത്തക്ക ഭാഗങ്ങളും ഒപ്പം തന്നെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടമാണെന്ന് തോന്നത്തക്ക ഭാഗങ്ങളും ഒപ്പം നാം നേരത്തെ സംശയിച്ചതുപോലെ എല്ലിൻ്റെ അവശിഷ്ടങ്ങളാണോ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ എല്ലാം തനിക്ക് കൃത്യമായി കിട്ടിയ കാര്യങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് അത് സോമൻ അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈവശത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്കായിരിക്കും പോലീസ് അത് വിധേയമാക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഈ 4 പേർ നൽകിയ അവരുടെ മൊഴി സമാന രീതിയിലുള്ളതായിരുന്നു. കാരണം പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒന്നും അതിലില്ലായിരുന്നു. എല്ലാവരും ഒരു കുറ്റകൃത്യം നടന്നത് എങ്ങനെയാണോ അത് വള്ളി പുള്ളി വിടാതെ 4 പേരും ഒരുപോലെ പറയുന്നു. അതാണ്
അതാണ് പോലീസിന് കൂടുതൽ മൊഴികൾ വിശ്വസിക്കാൻ പ്രേരകമായത്. അല്ലാതെ വെറും ഒരു ഊമക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പോലീസ് ഇതിൻ്റെ തുടരന്വേഷണത്തിലേക്ക് പോയത്. ധാരാളം സംശയം തോന്നിയ ആളുകളെല്ലാം കസ്റ്റഡിയിലെടുക്കുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അവസാനം സമാന രീതിയിലുള്ള മൊഴികളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ മൊഴി വിശ്വസിച്ച് തന്നെയാണ് പോലീസ് കൃത്യമായും ഇവിടെ മൃതദേഹാവശിഷ്ടമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നാം കണ്ട വസ്തുക്കൾ അത് മൃതദേഹാവശിഷ്ടം എന്ന് ഉറപ്പിക്കത്തക്ക രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സോമൻ വീണ്ടും അതിൻ്റെ തുടർ പരിശോധനയിലേക്കും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ എന്തെങ്കിലും അവശിഷ്ടം ഇനിയും കണ്ടെത്തുമോ എന്ന രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്.